ചേട്ടാ, ഞാൻ ഒരു 1500 രൂപ പേഴ്സിൽ നിന്ന് എടുത്തിണ്ടേ. മോനെ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നീ ഇവിടെ ഇരുന്നേ. നിന്റെ ഭാര്യ എന്നും നിന്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുന്നു. നീ എന്തിനാന്ന് പോലും ചോദിക്കുന്നില്ല. അതിപ്പോ ചോദിക്കാതിരിക്കണമ്മേ. ഞാൻ ജോലി ചെയ്യണത് അവൾക്ക് വേണ്ടിയല്ലേ. എന്റെ പൈസ എന്ന് പറയുന്നത് അവളുടെ പൈസയല്ലേ. എന്നും പറഞ്ഞ് പേഴ്സിൽ നിന്ന് പൈസ എടുക്കോ? നിന്റെ അച്ഛന്റെ പേഴ്സ് തൊടാൻ പോലും എനിക്ക് പേടിയായിരുന്നു. അത് അച്ഛൻ്റെ അമ്മേനെയും തെറ്റാ. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഭർത്താവിന്റെ പേഴ്സ് ഭാര്യ എടുക്കാൻ പാടില്ലാന്ന്? അമ്മയ്ക്ക് ഒരു കാര്യം അറിയോ? 2 കൊല്ലം മുന്നേ നമ്മൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പറഞ്ഞു വിട്ടിരുന്നു. അന്ന് വീടിന്റെ റെന്റ് അടയ്ക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. നിങ്ങൾ എന്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സകലമായ സേവിങ്സ് ഉണ്ട്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണ് വീടിന്റെ റെന്റ് ഞാൻ അടച്ചത്. വീട്ടില് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇന്ത്യയിൽ എവിടുന്ന പൈസ? നിങ്ങൾ എനിക്ക് ഷോപ്പിങ്ങിന് പൈസ തരാറില്ലേ? അപ്പൊ ഞാൻ അതിൽ പകുതി ഷോപ്പ് ചെയ്യും, ബാക്കി സേവ് ചെയ്യും. 15000 രൂപയുണ്ട് ഇത്. നീ സേവ് ചെയ്ത് വെച്ച നിന്റെ പൈസ ഇല്ലേ? നിന്റെ പൈസയല്ല, നമ്മുടെ പൈസ. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ, വേഗം തന്നെ വേറെ ജോലി ശരിയോ. പിന്നെ ഞാനും ജോലി നോക്കുന്നുണ്ടല്ലോ. അതൊക്കെ ശരി തന്നെ. നല്ല ജോലി കിട്ടിയില്ലെങ്കിലോ? നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ. എന്തൊക്കെ വന്നാൽ ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോകുന്നില്ല. ഇനിയിപ്പം വല്ല മല മറക്കണം എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. നമ്മുടെ കൂടെ എന്ത് കാര്യത്തിനും കട്ടക്കേക്കുന്ന ഒരു ഭാര്യനെ കിട്ടുന്നത് എന്തുകൊണ്ടൊരു ഭാഗ്യ. അങ്ങനെ ഒരു ഭാര്യനെ നമുക്ക് കിട്ടുമ്പോഴേ അവളെ നമ്മൾ പൊന്നു പോലെ നോക്കണ്ട അമ്മ.